ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടും വ്യത്യസ്തമായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2600 സ്ക്വയർ ഫീറ്റിൽ 11.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. റഫീഖ് നസ്ല ദമ്പതികളുടെ വീടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാരത്തൂർ അജിതപ്പടിയിലാണ്. ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത അതൊരു അൺഷേപ്ഡ് പ്ലോട്ടാണ്. ഇവിടെ ഇത്രയും മനോഹരമായ രീതിയിൽ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടീം മാഗ്നോ ആണ്. നമ്മളിപ്പോൾ ഒരുപാട് ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഈ ഒരു തിരൂര് ഭാഗത്തുള്ള വീടിൻ്റെ ഒക്കെ വീഡിയോസ് ആണല്ലോ ചെയ്യാറ്. അപ്പം നമ്മളേറ്റവും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോഴും പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റിലൊക്കെ വരാറുണ്ട്, ഈ ഇൻറ്റീരിയറിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി തിരൂർ ഏരിയയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇപ്പം മാഗ്നോൻ്റെ കീഴിൽ തിരൂർ തലക്കെടുത്തൂരാണ് അവരുടെ ഇൻറ്റീരിയർ മാനുഫാക്ചറിങ് കമ്പനി വരുന്നത്. മാഗ്നോ ഇൻറ്റീരിയർ എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. ആർക്കെങ്കിലും ഇൻറ്റീരിയർ കമ്പനി വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് ഇൻറ്റീരിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇവിടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണിത്. ഇവിടെ ഇങ്ങനെ GIൻ്റെ ഒരു സ്ക്വയർ ട്യൂബ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നാച്ചുറൽ പ്ലാന്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് ഫോർമൽ ലിവിങ് ഏരിയയുടെ ഭാഗമാണ്. കരിങ്കല്ലിൻ്റെ ക്ലാഡിങ് നൽകിയിട്ടുണ്ട്, കോർണർ വിൻഡോസ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സിറ്റ് ഔട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റും ഇവിടെ ഫ്ലോറിങ് കംപ്ലീറ്റ്ലി മാർബിളും ആണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ആ ഒരു സിറ്റ് ഔട്ടിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നൽകിയിട്ടുള്ളൊരു ഡിസൈനിങ്. ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ സിറ്റ് ഔട്ടിലോട്ട് കയറുമ്പോൾ ചെറിയൊരു സ്പേസിലാണ് സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഊഞ്ഞാല നൽകിയിട്ടുണ്ട്, 2 വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. കോപ്പ് ലൈറ്റാണ് സിറ്റ് ഔട്ടിൽ ഫോൾ സീലിങ്ങിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റ്സും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ലൈറ്റ്, വാം ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നൽകിയിട്ടുള്ള മെയിൻ ഡോറിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് നൈറ്റ് ബ്ലൂ പ്ലസ് വുഡൻ കളറിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ഹാൻഡിൽ കൂടെ നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഫോയർ സ്പേസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു പ്രിൻറ്റഡ് സോഫയും ഒന്ന് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള സോഫയും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വാൾ ആണെങ്കിൽ ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സോഫയോട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് ഇവിടെ സെൻട്രലായിട്ടൊരു കോഫി ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലായിട്ട് ഫോൾ സീലിങ്ങും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ നമ്മൾ വാർപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഫോൾ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് വന്നിട്ടുള്ളത് ഇതിന് നേരെയായിട്ടാണ്. TV യൂണിറ്റിൻ്റെ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ വിനീർ ഫിനിഷ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ബീഡിങ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് WBCൻ്റെ ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടുത്തെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വയറും കാര്യങ്ങളൊന്നും കാണാത്ത വിധത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള കോർണർ വിൻഡോസ് ആണിത്. ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ വരുന്ന മാർബിളാണ്.
ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു മെറ്റൽ പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ വരുന്ന 8 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ലെഗ്സ് കണ്ടില്ല ഒരു വ്യത്യസ്ത രീതിയിൽ. ഈ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തുള്ള വാളിൽ നല്ലൊരു ഭംഗിയുള്ള മെറ്റൽ വാൾ ഡിസൈനിങ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഒരു പാഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് 2 ചെയറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ആണിത്. ഈ പ്ലോട്ട് ഒരു അൺഷേപ്ഡ് ആണ്. ഈ ഭാഗമൊക്കെ പില്ലറിലാണ് നിൽക്കുന്നത്. കിച്ചണിൽ നിന്ന് കണ്ട് താഴോട്ടേക്കുള്ള സ്പേസ് ആണ് കാണുന്നത്. അവിടെ ഇങ്ങനെ സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. കിച്ചണിൽ നിന്ന് ആ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ബാക്ക് വാള് സബ്വേ ടൈൽ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റിൽ ഒരു ഗ്രേ ടച്ച് വരുന്ന ബേസനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ടാപ്പാണ് കേട്ടോ ജാഗോറിൻ്റെ. ഇവിടെ വാനിറ്റി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം കോമൺ ആയിട്ട് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷന് സ്റ്റോറേജും ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചണിലോട്ട് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെറ്റൽ വാൾ ഡിസൈനിങ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷൻ നല്ല രസമായി തോന്നി. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമും ഒരു പ്രയർ റൂമും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ മെയിൻ ഡോറിലേക്ക് നൽകിയിട്ടുള്ള ഡോറിൻ്റെ കളറാണെങ്കിലും ഒരു മിഡ് നൈറ്റ് ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റിലായിട്ട് ഇങ്ങനെ ഒരു കുഷ്യൻ നൽകിയിട്ടുണ്ട്. നമ്മൾ ചാരി ഇരിക്കുമ്പോഴൊന്നും ചളിയൊന്നും ആവില്ല. 2 ഭാഗത്തും സൈഡ് ടേബിളും നല്ലൊരു ഹാങ്ങിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോൾ സീലിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഒരു വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് വുഡിൻ്റെയും ഒരു ഭാഗത്ത് ഗ്ലാസിൻ്റെയാണ്. അതിനോട് ചേർന്നിട്ടൊരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ നമ്മൾ നോർമൽ ഷെൽഫും കോർണർ ഷെൽഫൊക്കെ കൊടുക്കുമ്പോൾ പുറത്തോട്ട് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സ്പേസ് പോകും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നിഷസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാവും. ഒരു ലൈറ്റ്സും കൂടെ കൊടുക്കാം. ഇനി
ഇവിടുത്തെ പ്രയർ റൂമാണ് കാണിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം, ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിൽ ഗ്രേ കളറിലുള്ള പെയിൻറ് കൊടുത്തിട്ട് 2 സിംഗിൾ വിൻഡോസും നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് സ്പേസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയുടെ ഭാഗം സേജ് ഗ്രീൻ കളറിലാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചണാണ് കാണാൻ പോകുന്നത്. കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഷൂ റാക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലോട്ട് കയറി വരുന്ന ഭാഗത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ മുകളിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ബ്ലാക്ക് സിങ്കും ബാക്ക് സിങ്കിൻ്റെ ബാക്കിലായിട്ട് വിൻഡോസും വന്നിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. ഇവിടെ മാക്സിമം സ്റ്റോറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട്ലറി യൂണിറ്റ്സ്, ടാൻഡം ബോക്സ്, പുൾ ഔട്ട്സ് എല്ലാം. ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. ഈ വർക്ക് ഏരിയയിലാണ് വിറകടുപ്പൊക്കെ നൽകിയിട്ടുള്ളത്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ സ്പൈസസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫാണ് നൽകിയിട്ടുള്ളത്.
ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സ്പേസ് ആണ് കേട്ടത്. ഇവിടുന്ന് താഴോട്ടേക്കും സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊരു അൺഷേപ്ഡ് പ്ലോട്ടാണ്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ, ബെഡ്റൂംസ് ഒക്കെ പില്ലറിലാണ് നിൽക്കുന്നത്. താഴെ ആ പില്ലറിൻ്റെ ഭാഗമാണ് കേട്ടത്. ഇവിടെ വിറക് പുരയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പും ഫ്രണ്ടിലൂടെ വരുമ്പോൾ ഇങ്ങനെ ഇറക്കമായിട്ടാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ഭാഗം കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലൂടെ വരുമ്പോൾ ഈ ഒരു സ്പേസ് കാണിച്ചു തരാം. ഇങ്ങനെ ഇറക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സും ഫോൾ സീലിങ്ങിൽ ടെക്സ്ചർ പെയിൻറ്റും കൂടെ നൽകിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണേ.